MC റോഡിൽ കയറിയിട്ട് ഇടയ്ക്ക് നമ്മൾ ചായ കുടിക്കാനും കരിക്ക് കുടിക്കാനൊക്കെ നിർത്തിയത്. നല്ല ചെന്തെങ്ങിൻ്റെ കരിക്കുണ്ടായിരുന്നു അവിടെ. അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ട്രിവാൻഡ്രത്തേക്കാണ്. ഏതാണ്ടൊരു 12 മണിയോടുകൂടി നമ്മൾ ടെക്നോ പാർക്കിൻ്റെ അവിടെ എത്തിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെ കൂടി കൊളാബ് ചെയ്യണ ഷിബിലി, ആശ ഒക്കെ ഉണ്ടായിരുന്നു. അവരൊന്ന് മീറ്റ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു കുഴിമന്തി കിട്ടണ, നല്ല അവിടുത്തെ ഏറ്റവും ഫേമസ് കുഴിമന്തിയാണ്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുഴിമന്തി കഴിച്ചു. 12:30 മുമ്പായിട്ട് നമുക്കവിടെ എത്താൻ പറ്റിയതുകൊണ്ടാണ് അവിടെ നമുക്ക് സീറ്റ് കിട്ടിയത്. 1 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ക്യൂ നിൽക്കണം. ഇത് ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഞാൻ ഇത്ര നാളും കഴിച്ചേക്കണതിൽ വെച്ച് ഏറ്റവും കിടിലൻ കുഴിമന്തിയായിരുന്നു അവിടുത്തെ. നമ്മുടെ ഹോം സ്റ്റേ ബുക്ക് ചെയ്തേക്കണത് ശംഖുമുഖത്തായിരുന്നു. നേരെ ഞങ്ങളൊരു ശംഖുമുഖത്ത് ഒരു 2 മണിക്ക് മുമ്പായിട്ട് എത്തി. ഞങ്ങൾ പിന്നെ രാവിലെ പോകുന്നതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് ഒന്ന് കിടന്ന് മയങ്ങി പിന്നെ 4 മണിക്ക് ശേഷമാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് തൊട്ട് അടുത്ത് തന്നെയാണ് ബീച്ച് ശംഖുമുഖം. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോം സ്റ്റേ. കൊച്ചിൻ്റെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവളെ കൊണ്ടുപോയിട്ട് ബീച്ചിലൊക്കെ ഒന്ന് മുക്കിയെടുത്ത് അവർ ഫാമിലിയെല്ലാം വിളിച്ച് അതിനുശേഷം ഞങ്ങൾ വീണ്ടും വന്ന് ഫ്രഷായിട്ട് രാത്രി പിന്നെ ഒരു 7:30 മണിക്കാണ് വീണ്ടും ഞങ്ങൾ ശംഖുമുഖത്തേക്ക് പോയത്. ശംഖുമുഖത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു നീളമുള്ളൊരു മത്സ്യകന്യയുടെ സംഭവങ്ങൾ കാനായി കുഞ്ഞിരാമനാണെന്ന് തോന്നുന്നത്, അത് കൊത്തിവെച്ചേക്കാം. അപ്പോൾ അതെല്ലാം കണ്ട് അതിനുശേഷം പിന്നെ തൊട്ടടുത്ത് വലിയൊരു ഹെലികോപ്റ്റർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം അവിടെ എക്സിബിഷൻ നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എക്സിബിഷൻ കാണാൻ കയറി. ഒരു വ്യത്യസ്തമായ ഒരു എക്സിബിഷനായിരുന്നു. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. നമ്മൾ അതിനെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ കുലുക്കി പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ നമ്മളൊരു ഗ്ലാസ് ഹൗസാണ്. അതായത് എല്ലാ വശത്തും നോക്കിയാൽ ഗ്ലാസ്സാണ്. നമ്മൾ തന്നെ അതിങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോയപ്പോൾ ചിന്നുവിൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവർ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. അപ്പോൾ ആൻറ്റീനെ വിളിച്ചപ്പോൾ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആൻറ്റീനെ പോയി ഫ്ലാറ്റിൽ പോയി മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ആൻറ്റി പറഞ്ഞാൽ നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ആൻറ്റീനോടൊത്ത് ഫ്ലാറ്റിൻ്റെ തന്നെ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ നല്ല കിടിലൻ ഡിന്നറായിരുന്നു. അപ്പോൾ നല്ല ഡിന്നറെല്ലാം കഴിച്ച് ആൻറ്റീനെ കൊണ്ട് ആക്കിയിട്ട് ഞങ്ങൾ അന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടുകാട് പള്ളി അതിൻ്റെ അടുത്ത് തന്നെയാണ്, അത് ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന പള്ളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എല്ലാവരും എണീറ്റ് കുടിച്ച് ഫ്രഷായിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് കുർബാനയെല്ലാം കണ്ട്, അത് വ്യത്യസ്തമായൊരു പള്ളിയാണ്. അതിൻ്റെ അവരുടെ പ്രയറും കാര്യങ്ങളും അവരുടെ പ്രദക്ഷിണമൊക്കെ ഇപ്പം നമ്മൾ എറണാകുളത്തിനേക്കാളും വ്യത്യസ്തമാണ്. അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതുകൂടാതെ അവിടെ ഒരു ക്രിസ്തുരാജൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് 1 മാസം മുമ്പാണ് അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അപ്പോൾ അതിലെല്ലാം ഞങ്ങളെല്ലാവരും കയറി പ്രാർത്ഥിച്ച്, പിന്നെ ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സീഡ മുമ്പിലായിട്ടാണ്. അപ്പോൾ വളരെയധികം ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ പള്ളിയുടെ അവിടെ തന്നെ പോയിരുന്ന് കാണാനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു രസമാണ്. അപ്പോൾ കുറേ നേരം പള്ളിയൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി അതിനുശേഷം റൂമിൽ വന്ന്, അപ്പോൾ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം തിരിച്ച് പോകുന്നതല്ലേ. അപ്പോൾ കൊച്ചിന് പിന്നെ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ശംഖുമുഖം ബീച്ചിലോട്ട് വീണ്ടും പോയി. അവിടെ പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പോൾ രാവിലെ ആയതുകൊണ്ടിട്ട് അവിടെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ മീൻ പിടിക്കാൻ പോണത്, പിന്നെ ഈ വലയൊക്കെ റിപ്പയർ ചെയ്യണ്. പിന്നെ അതുകൂടാതെ വലിയ വള്ളങ്ങളാണ്. ഈ വള്ളം കടലിലേക്ക് ഇറക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു രസമായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം വാച്ച് ചെയ്തിട്ട് ഈ വള്ളം ഇറക്കണത് വരെ ഞാൻ നോക്കിയിരുന്നു. കാരണം അവരിങ്ങനെ
പയ്യെ പയ്യെ ഇറക്കും. അടുത്ത തിര വരുമ്പോൾ വീണ്ടും ഇങ്ങനെ പയ്യെ തള്ളും. അങ്ങനെ വലിയൊരു തിര വരുമ്പോൾ ഈ സാധനങ്ങൾ തള്ളിക്കഴിയുമ്പോൾ അതങ്ങോട്ട് സ്മൂത്തായിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കവർ ചെയ്ത് തിരിച്ചു പോന്നപ്പോൾ അവിടെ നിറയെ ഈ വെളുത്ത കൊക്കിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തൊട്ടടുത്തുകൂടി പോയിട്ട് പോലും അത് പോണില്ല. കാരണം അതവിടെ മീൻ തിന്നാൻ വേണ്ടി തന്നെയെന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ സ്ഥിരം ആളുകൾ അതിലെ കൂടി പോണത് കൊണ്ടായിരിക്കും അവർക്ക് പേടിയില്ലാത്തത്. അപ്പോൾ നമ്മുടെ കൊച്ചു മോൾക്ക് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നി. അവൾ അതിൻ്റെ അടുത്തൊക്കെ പോയി കുറേ നേരം കളിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും റൂമിൽ വന്ന് ഫ്രഷായിട്ട് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എറണാകുളത്തേക്ക് പോകുന്ന വഴി നമുക്ക് ജഡായു പാറ എന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾ പോകുന്ന വഴി കണ്ടായിരുന്നു. അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച്. അപ്പോൾ നമ്മൾ NH വഴിയല്ല, അതിൻ്റെ അകത്തുകൂടി വേറെ എളുപ്പ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേ പോയി ഞങ്ങൾ ജഡായു പാറേൻ്റെ അവിടെ ഏതാണ്ട് ഒരു 12 മണിയായി എത്തിയപ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മറ്റേ കേബിൾ കാറ് അന്ന് വർക്ക് ചെയ്യല്ല, ഭയങ്കര ശക്തമായ കാറ്റായിരുന്നു. അപ്പോൾ ഈ ശക്തമായ കാറ്റുള്ളതുകൊണ്ടിട്ട് കേബിൾ കാറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കേബിൾ കാർ ഇല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ പിന്നെ നടന്നു കയറണമെങ്കിൽ 1000 സ്റ്റെപ്പുണ്ട്. 1000 സ്റ്റെപ്പ് നമ്മൾ വൈകുന്നേരമാണ് പിന്നെയും കൊള്ളാം. ഈ നട്ട് ഉച്ച വെയിലത്ത് 1000 സ്റ്റെപ്പ് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രക്ചറിലെടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് കാരണം നമ്മൾ ജഡായു പാറ നമുക്ക് പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒരു നിറയെ നല്ല കരിക്ക് വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ പനങ്കരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഈവന് ഇതൊന്നും കാണാത്തത് കൊണ്ട് ഭയങ്കര ഇഷ്ടമായിട്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ 2-3 എണ്ണം വെട്ടിയിട്ട് അവക്കത് കൊടുത്ത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് പനങ്കരിക്ക് കഴിക്കണത്. അയാൾ കാശൊന്നും വാങ്ങിച്ചില്ല. ഇന്ന് ഒരു നല്ലൊരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും പാലാ വഴി പോകുന്നു. പാലാ വഴി പോകുമ്പോൾ അറിയാമല്ലോ അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയും കാര്യങ്ങളും റോഡൊക്കെ വളരെ നല്ലതാണ്. ഞങ്ങൾ അവസാനം ചിന്നുവിൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് ഞായറാഴ്ച കൊണ്ടിട്ട് ആൻറ്റി പള്ളിയിലായിരുന്നു. ആൻറ്റിനെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പൊക്കി അവിടെ നിന്ന് വീട്ടിൽ പോയി. അപ്പോൾ അവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർക്കൊക്കെ നമ്മളെ എറണാകുളം പോലെ അല്ലല്ലോ, ഏക്കർ കണക്കിനാണ് സ്ഥലം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചക്ക, മാങ്ങ, പപ്പായ, അതുകൂടാതെ ഈ ബറാബ എന്ന് പറഞ്ഞൊരു പഴമുണ്ട്. ബറാബ ഞങ്ങൾ കഴിച്ചേക്കണത് ഞങ്ങൾ ഒരു പ്രാവശ്യം വയനാട് ഇതേപോലെ ഫാമിലിയായിട്ട് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ നാരങ്ങയുടെ അത്രയുള്ള ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു സാധനമാണത്. അത് ഇവിടെ അധികം ഉണ്ടാകാറില്ല, തണുപ്പുള്ള പ്രദേശം ഉണ്ടാകണത്. അപ്പോൾ അവിടെ അത് കുറേ ഉണ്ടായിരുന്നു. അവർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഈവനിത് കണ്ടിട്ട് ഭയങ്കര കൊതിയായിട്ട് അവർ കുറേ ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന്. അതുകൂടാതെ ഞങ്ങൾക്ക് അവർ കുറേ സഞ്ചിയിലേക്ക് പാക്ക് ചെയ്ത് തന്ന്. അവിടെ നിന്ന് അവർ ഫ്രഷായിട്ട് കിട്ടിയ പപ്പായ മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക വറുത്തത് അതെല്ലാം ആൻറ്റി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കുറേ നല്ല ഫ്രഷായിട്ട് ചായയെല്ലാം കുടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ ചെറിയ 1-2 പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഈവ് കളിപ്പിച്ച് അപ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ടുവന്നാക്കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 2-3 ചക്കയെല്ലാം അവർ വെട്ടിയിട്ട് തന്ന്. അടുത്ത ഒരു ആൻറ്റി അങ്കിളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഏതാണ്ട് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ. എല്ലാവരും പാലായിൽ തന്നെയാണ്. അപ്പോൾ അവരെയും കൂടി കണ്ട് അവിടെ ചെന്ന്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൻറ്റിയും അങ്കിളും മാത്രമേ ഉള്ളൂ, വേറെ പിള്ളേരൊന്നുമില്ല. അപ്പോൾ അവരുടെ കൊച്ചു കുട്ടി ഇതേപോലെ തന്നെ നല്ല പടമൊക്കെ വരക്കണമെന്ന്. അപ്പോൾ ആൻറ്റി അത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈവിന് ഭയങ്കര കാര്യമായി. അപ്പോൾ ഈ പറഞ്ഞ് എനിക്ക് പടം വരക്കാനായിട്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി വേഗം തന്നെ ഒരു ബുക്കൊക്കെ കൊണ്ട് അവൾ അവിടെ കിടന്നിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് ഒരു സൂപ്പർമാനെയൊക്കെ വരച്ച്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു. പിന്നെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ എത്തിയിട്ടാണ് ഡിന്നർ കഴിച്ചത്. അവിടെ പഴംപൊരിയും ബീഫും ഭയങ്കര ഫേമസ് ആണ് അവിടുത്തെ, നല്ല ഫുഡാണ് അവിടുത്തെ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ രാത്രി എന്തോ ബിരിയാണി അങ്ങനെ എന്നിട്ട് കുറേ കഴിച്ച്. അതിനുശേഷം നമ്മൾ ഒരു 11:30-12 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയായിരുന്നു. അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതേപോലെ ഫാമിലിയായിട്ട് നമ്മൾ തനിച്ച് ഇതേപോലെ തന്നെ കൂട്ടുകാരായിട്ട് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഫാമിലിയായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ പട്ടണത്തിലൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതേപോലെ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, പാക്ക് അപ്പ്.